അന്യൻ്റെ വികാരം, അന്യൻ എന്ത് ചെയ്യുന്നു. ഇപ്പം നിങ്ങളോട് ഒരാൾ വളരെ മോശമായി പെരുമാറുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത എന്തായിരിക്കണം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മറ്റൊരാളോട് മോശമായി പെരുമാറാൻ പാടില്ല. ഇതിൽ നിന്നാണ് നമ്മുടെ ധാർമ്മികത ഉരുത്തിരിയുന്നത്. ഒരാൾ നിങ്ങളോട് നോക്കി ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കി ചിരിക്കുക. അല്ലാതെ എവിടെന്നെങ്കിലും ഈ വൈഫൈ കണക്ഷൻ വരുന്ന സാധനമല്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ, വ്യക്തിബന്ധങ്ങളിലൂടെ, സാമൂഹ്യ ബന്ധങ്ങളിലൂടെ നന്മ മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. എപ്പോഴും വെൽബീയിങ് ഓഫ് അതേഴ്സ് ആണ്. മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സും നമ്മുടെ ഹാപ്പിനെസ്സും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ മാക്സിമം ഹാപ്പിനെസ് ഉണ്ടാക്കുക. എങ്ങനെ? മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് മുറിപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട്. Destroying you as less as possible and hurt others as less as possible, produce maximum happiness. നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആകുമ്പോൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടായി പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് 1ാം റാങ്ക് കിട്ടുമ്പോൾ 2ാം റാങ്ക് തന്നെ ദുഃഖം ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു പെൺകുട്ടിയെ കെട്ടുമ്പോൾ വേറൊരു കാമുകന് ദുഃഖം ഉണ്ടാവും. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത്? പരമാവധി മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട്, പരമാവധി നമ്മൾ സ്വയം നശിപ്പിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട്. എങ്ങനെ? നിങ്ങളിപ്പോൾ മയക്കുമരുന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഹൈ ഉണ്ടാവും, റിലീജിയസ് പോയി തുള്ളി കഴിഞ്ഞാൽ ഹൈ ഉണ്ടാവും. ഈ മെൻ്റൽ ഹൈസ് ഉണ്ടാക്കുക, ലഹരികൾ കടിമയാകുക എന്ന് പറയുന്നത് ശരിയല്ല. ഇത് അപ്പോൾ അത് സ്വയം നശിപ്പിക്കലാണ്. മതത്തിനടിമയാവുന്നതും മദ്യത്തിനടിമയാവുന്നതും കഞ്ചാവിനടിമയാവുന്നതും ഒക്കെ സ്വയം നശിപ്പിക്കലാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുക മറ്റുള്ളവർക്ക്. അങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ ധാർമ്മികത ഉരുവം കൊള്ളുന്നത്. ഞാൻ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു, അത് ചുരുക്കി അങ്ങനെ പറയാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഒരു സാധാരണ ശാസ്ത്ര അറിവുള്ള ഞാൻ എങ്ങനെ ഒരു ഇലക്ട്രോണിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കണം? ഇലക്ട്രോണിനെ അംഗീകരിക്കുന്ന ഒരു സാധാരണ യുക്തിവാദിയുടെ ലോജിക്കാണ് അറിയേണ്ടത്. ഇലക്ട്രോണിനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മനസ്സിലായില്ലേ? ഇലക്ട്രോണ് നിങ്ങളുടെ അംഗീകാരം തേടി നിൽക്കുന്ന ഒരു സാധനമല്ല, അതൊരു യൂണിവേഴ്സൽ പാർട്ടിക്കിളാണ്. അത് നിങ്ങൾക്ക് പല രീതിയിൽ എൻ്റെ ഇൻഫറൻസ് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ള അർത്ഥത്തിലായാലും, ചാർജ് നിങ്ങളെ തന്നെ കണ്ടില്ലേ, ഈ ചൂടൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് അംഗീകരിക്കേണ്ടുന്ന ഒരു അംഗീകാരം തേടി കാത്തിരിക്കേണ്ട ഒരു വ്യവസ്ഥ അതിനകത്തില്ല, അതുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കും. നിങ്ങൾ സ്വിച്ചിട്ട് നോക്കിയാൽ മതി. ഇനി അടുത്ത എന്താണ്? കേവല യുക്തിവാദത്തിൽ നിന്ന് യുക്തി വളർന്നു എന്ന് പറയുന്നു. മുന്നോട്ട് വളർച്ച ഏത് നിലയിലായിരിക്കും? എന്താണ് ഈ കേവലം? ഈ കേവലമൊക്കെ ചില മതാത്മക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എടുത്ത് അടിക്കുന്ന ചാപ്പകളാണ്. കേവല യുക്തിവാദം പറഞ്ഞാൽ വെറും യുക്തി മാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യ എന്നോ അല്ലെ സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക് ഉണ്ട്, അതിനകത്ത് എംപിരിസിസം ഉണ്ട്, അതിനകത്ത് റാഷണലിസത്തിൻ്റെതായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, സയൻറ്റിഫിക് മെത്തഡോളജി ഉണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ. അതിനകത്ത് യുക്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഘടകമാണ്. എല്ലാവർക്കും യുക്തിയുണ്ട്. മതം പോലും ഒരു വളരെ പ്രാകൃതമായ ചപല യുക്തിയാണ്. മനസ്സിലായില്ലേ? യുക്തിരഹിതമായിട്ട് മനുഷ്യൻ ഇടപെടാറില്ല. ഈവൻ അവൻ്റെ അന്ധവിശ്വാസങ്ങളെ പോലും റാഷണലൈസ് ചെയ്യുന്നവനാണ് മനുഷ്യൻ. റാഷണൽ ആനിമൽ അല്ല, പക്ഷേ റാഷണലൈസിങ് ആനിമലാണ്. യുക്തി വിട്ടൊരു കളി ആരും ചെയ്യാറുമില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, യുക്തി വിടുന്നു എന്ന് പറയുന്നവർ പോലും ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പിന്നെ അവസാനം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിടുന്നു എന്ന് വിളിച്ചു ചോദിച്ചിട്ടായിരിക്കും റോഡ് ക്രോസ് ചെയ്യുന്നത്. യുക്തി ആരും വിട്ട് കളിക്കാറില്ല, ഇദ്ദേഹവും വിട്ട് കളിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ ഒഴിവാക്കിയ ബൈബിൾ അദ്ദേഹം തൊടുന്നില്ല. യുക്തിയാണോ? അല്ലേ? ഒന്നാലോചിച്ചോക്ക്. ഇദ്ദേഹം വളരെ യുക്തിപൂർവ്വം ഞാൻ ഈ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ അടിച്ചടിച്ചു. അദ്ദേഹം കുറേ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും കുറേ ഇങ്ങനെ പറഞ്ഞ് തുഴഞ്ഞു പോവുകയാണ്. ഇതെങ്ങനെയെങ്കിലും തീർക്കണം സംവാദം. ഇതാണ് അദ്ദേഹത്തിൻ്റെ അജണ്ട. ഇനി അടുത്തത്, ഒരു കട്ട മതവിശ്വാസി ആയിരുന്ന ഞാൻ താങ്കളുടെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും വായിച്ച് മതരഹിതനായ വ്യക്തിയാണ്. എന്നിലുണ്ടായ ഈ പരിണാമഘട്ടത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറയുകയുണ്ടായി, താങ്കളിൽ ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന്. സത്യത്തിൽ താങ്കളിൽ ശൈത്താൻ ബാധ ഉണ്ടോ? ഉണ്ട്. എന്നിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ്റെ പേരാണ് രവിചന്ദ്രൻ സി. അടുത്തത്, രവിചന്ദ്രൻ സാറിന് അത്ഭുത ലോകശാന്തി യോഗ മനുഷ്യന് വേണ്ടി മതങ്ങൾ ചെയ്യുന്ന ത്യാഗമല്ലേ താങ്കൾ? വ്യക്തമാക്കാൻ കുഴപ്പമില്ല. അത്ഭുത രോഗശാന്തിയും യോഗ, ഇതെല്ലാം കൂടെ എനിക്ക് പറയാൻ പറ്റില്ല. യോഗ ഇന്നലെ നിങ്ങൾ യൂട്യൂബിൽ ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക. മനുഷ്യന് വേണ്ടി മതങ്ങൾ ചെയ്യുന്ന ത്യാഗമല്ലേ അത്ഭുത രോഗശാന്തി? പക്ഷേ എനിക്ക് ത്യാഗമാണോ? ആണെന്ന് നിങ്ങൾ കരുതെങ്കിൽ എനിക്ക് ഒറ്റ ഒരു ഇതാണ്, ഈ പതേര് കൂടി ഒന്ന് മാറ്റി കൊടുക്കണം. മിക്കവാറും ഈ പതേര് പിടിച്ചവനാണ് ക്യാൻസർ മാറ്റി കൊടുക്കുന്നത്, സ്വന്തം പതേര് നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ സ്വന്തം രോഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ രോഗങ്ങൾ മാറ്റുന്ന ഒരു രീതി ശരിയല്ല. കുറച്ചുകൂടെ ദയാലു ആക്കിക്കൊണ്ട് മാറ്റി കൊടുക്കണമെന്നാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. ഇനി അടുത്തത്, historicity of Semitic prophets authentic or just a political creation? That's actually a figment of imagination. ഈ മോസ തൊട്ട് ജീസസ് വരെയുള്ള ആളുകൾക്ക് ഹിസ്റ്റോറിസിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. മനസ്സിലായില്ല? അതിങ്ങനെ ഇവർ ആദ്യം കഥ ഉണ്ടാക്കിയിട്ട് ഹിസ്റ്റോറി. ഉദാഹരണമായിട്ട് നമ്മളൊരു സംഭവം, ഇപ്പോൾ എന്താ പറയുന്നത്, ടൈറ്റാനിക്കിലൊരു
രണ്ട് ആണും പെണ്ണുമായിട്ടുള്ള ഒരു പ്രേമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രേമത്തെക്കുറിച്ചും അത് അവർ അവസാനം കഴിഞ്ഞിട്ട് വെള്ളത്തിൽ വീഴുന്നതും അങ്ങനെ അനശ്വര പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു 250 വർഷം കഴിഞ്ഞിട്ട് ഈ അനശ്വര പ്രണയത്തെക്കുറിച്ചുള്ള കഥ വെച്ചിട്ട് ആളുകൾ ഹിസ്റ്റോറിസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു നോക്കേ അങ്ങനെ ഒരു കപ്പൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ യാത്ര നടത്തിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതിൽ യാത്രക്കാരുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് മുങ്ങിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റോസും വേറെ ഉണ്ടായിട്ടോ? ഉണ്ടാകാം, ഇല്ലെന്നെങ്ങനെ പറയും? ഇതൊരു കഥയാണ്. ഒരു കഥകൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്ന അറിയാവും. ഇതൊക്കെ സിമ്പിളാണ്, ഏത് മനുഷ്യനും മനസ്സിലാവുന്നതാണ്. ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്ന കുറെ, ഇപ്പോൾ ഹിമാലയത്തിലാണ് ശിവനുള്ളത്. ഹിമാലയം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അവിടെ കൈലാസം കണ്ടൂടെ? കാണാം. ഈ കുറേ സാധനങ്ങളുണ്ട്, മനസ്സിലായില്ലേ? എല്ലാ കഥകളിലും ചരിത്രപരമായ മെറ്റീരിയൽ ആയിട്ടുള്ള സെറ്റിങ്സ് കുറേ ഉള്ളതും അതിന് തെളിവുള്ളതുമാണ്. പക്ഷെ അതിനകത്ത് വെക്കുന്ന പല കഥാപാത്രങ്ങളും രീതികളും കഥകളും വ്യാജമാണ്. ഇത് രണ്ടുകൂടെ വെക്കുമ്പോൾ സാധാരണ മനുഷ്യൻ ഒരുപാട് അന്വേഷിക്കാനും തയ്യാറല്ല. അപ്പോൾ ഇപ്പോൾ ആളുകൾ ഈ യേശു കുരിശ് വലിച്ചുകൊണ്ട് നടന്ന റോഡിൽ കൂടെ ഒക്കെ പോകാനായിട്ട് പോകാറുണ്ട്. അവിടെ ചെന്ന് അവിടെ റോഡ് ഇതിലൂടെയാണ് യേശു കുരിശ് വലിച്ചുകൊണ്ട് പോകുന്നത് പറയുമ്പോൾ അയ്യോ ജീവിതം സഫലമായി, മനസ്സിലായി? അപ്പോൾ അവിടെ റോഡുണ്ട്, അത് ഇസ്രയേലിലാണ്, ജെറുസലേമിലാണ്. ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് ഈ പ്രോഫറ്റ്സോ ഈ കഥകളോ ഇതൊക്കെ നല്ല ഒന്നാന്തരം ഇമാജിനേഷനുള്ള ആളുകൾ എഴുതിയാണ്. ഇതൊരിക്കലും യേശുവിൻ്റെ ശിഷ്യന്മാരോ അല്ലാതുള്ള ആളുകളൊന്നും എഴുതിയല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലേ, ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞ യേശുവിൻ്റെ, അതൊരാൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല. അതൊക്കെ നല്ല ഭാവനാശേഷിയുള്ള നല്ല ഒന്നാന്തരം ഗ്രീക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കവികൾ എഴുതിയാണ്. ഇതിനകത്തൊന്നും അതുപോലെ തന്നെ എല്ലാ ഗോസ്പലും അക്കോർഡിംഗ് ടു മാത്യു ആണ്. മാത്യു അത് എഴുതിയല്ല. അക്കോർഡിംഗ് ടു മാത്യു ഇങ്ങനെ പറഞ്ഞായിട്ട് വേറെ ആരാണ്ട് എഴുതുക, ആരെഴുതിയ അറിയില്ല. ഇതെല്ലാം തന്നെ സാഹിത്യ രചനകളാണ്. ഈ സാഹിത്യ രചനകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അല്ല അതിനകത്ത് ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഫ്ലേവിയസ് ജോസഫസ് എന്ന് പറയുന്ന ഒരാളുടെ അയാൾ യേശുവിനെ കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞു. എൻ്റെ ഈ ഫ്ലേവിയസ് എന്നുള്ള പദം തന്നെ ആലോചിച്ചു, റോമനാണ്, ഇയാളൊരു ജൂ ആണ്. ഈ ഫ്ലേവിയൻ അറിയാമല്ലോ. അപ്പം ഇത് എഴുതിയിരുന്ന ആളിൻ്റെ ഒരു പേര് തന്നെ ശരിക്കും പരിഷ്കരിച്ചാണ്. ഇപ്പോൾ കുട്ടപ്പൻ എന്നുള്ളതിന് പകരം KT ഫാൻ എന്ന് ആക്കുന്ന പോലെ ഉള്ളൂ, മനസ്സിലായി? പോട്ടെ. അടുത്തത് എന്താണ്? ദൈവവിശ്വാസം പരിണാമത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നാസ്തിക മസ്തിഷ്കം ഉണ്ടാകാനുള്ള കാരണം? ഇത് പലയിടത്തും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ ദൈവവിശ്വാസത്തിന് മാത്രമല്ല, പ്രേതവിശ്വാസം. വാട്ട് അബൌട്ട് പ്രേതം? ഇതേ സാധനമാണ്. കൂടോത്രം, പ്രേതം, പ്രകൃതി ശക്തികൾ, ചാത്തൻ, മറുതയ്ക്കുള്ള സാധുതയുള്ളൂ ദൈവത്തിനും. ദേ ആർ നോട്ട് ടു. അദ്വൈതം അവരൊന്നു തന്നെയാണ്. ഇത് കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൻ്റെ പുറകെ പോകുന്നതേ ഉള്ളൂ. ദർ ഇസ് നോ ഡിഫറൻസ്. ഇതിൻ്റെ എല്ലാം അയുക്തികമായിട്ടുള്ള യുക്തിഹീനമായിട്ടുള്ള തെളിവുകളില്ലാത്ത ഒരേ ലോജിക്കുകൾ, ഒരേ ക്രൂഡ് ലോജിക്കുകൾ വഴി എത്തിച്ചേരുന്ന അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ അള്ളാഹുവിൽ ഒരു കൂട്ടർക്ക് എത്തിച്ചേരുന്നു. ആദ്യം ആ സാധനം അവരവിടെ ഫിറ്റ് ചെയ്യുന്നു. അത് നോക്കുമ്പോൾ എല്ലായിടത്തും അള്ളാഹു കാണുന്നു, മറ്റുള്ളവർ അള്ളാഹു എന്ന് ചോദിക്കുന്നു. അതാണ് എൻ്റെ വ്യത്യാസം. കുറേ പേര് ക്രിസ്ത്യാനികൾ അവരുടെ ദൈവം, അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ഈ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന ദൈവമായ പിതാവിനെ തള്ളി പറഞ്ഞു എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്, മനസ്സിലല്ലേ? പിതാവിനെ തള്ളി പറഞ്ഞിട്ട് പിതാക്കന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. യേശുവിനെ നല്ലൊരു പെയിന്റ് അടിച്ച ദൈവമായിട്ട് അവതരിപ്പിച്ചിട്ട് പഴയ നിയമത്തെ തള്ളിക്കളയുന്ന ഒരു രീതിയുണ്ട് അവർക്ക്. പക്ഷെ പഴയ നിയമം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിലുണ്ടല്ലേ, ക്രിസ്ത്യാനിറ്റി ഇല്ല കേട്ടോ. ക്രിസ്ത്യാനിറ്റിയുടെ ബേസാണ് പഴയ നിയമം. അതിനകത്ത് അട്രോഷ്യസ് ആയിട്ടുള്ള അതിക്രമങ്ങളുണ്ട്, ഇൻസെസ്റ്റ് ഉണ്ട്. ഇൻസെസ്റ്റിന്റെ വിളനിലമാണ്. ഇൻസെസ്റ്റിലൂടെ മനുഷ്യൻ തുടങ്ങിയെന്ന് തന്നെ പറയുന്നവർ. അവർക്കൊരു നല്ലൊരു കഥ പോലും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിനെല്ലാം തള്ളിക്കളയാനായിട്ട് അവർ പറയും പഴയ നിയമം പഴയതാണ്, പക്ഷെ അത് പ്രസക്തമാണ്. അതില്ലാതെ ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പിതാവിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുത്രനെ എടുത്ത് കാണിക്കുന്നത്. ഇനി പുത്രന്റെ കാര്യം മാത്രം പറയാൻ ഇദ്ദേഹം എനിക്ക് അവസരം തരുമെങ്കിൽ ഞാൻ പറയാം. പോട്ടെ. അടുത്ത എന്തായിരുന്നു? സർ, മതങ്ങളുടെ നല്ലതും മോശമായ കാര്യങ്ങൾ പറയുകയും മനുഷ്യന് തിന്മ ചെയ്യാനാകാത്ത വിധം പരുവപ്പെടുത്താൻ ധ്യാനത്തിന് കഴിയുമെന്ന് ഓഷോ പറയുന്നുണ്ട്. ഇതൊരു എക്സോർബിറ്റൻ ചോദ്യമാണ്. ഓഷോ ഈ ഡിബേറ്റിൽ വരേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഓഷോ ഒരു ട്രിക്കി മാൻ ആണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടു. എന്താണ് സാർ അങ്ങനെ പറഞ്ഞത്? ദയവായി വിശദീകരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. ഓഷോയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം തന്നെയാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, നന്നായിട്ട് എഴുതാനും സംസാരിക്കാനും കഴിയും. പിന്നെ പുള്ളിയുടെ ഒരു കളക്ഷൻ ഓഫ് ജോക്സ് ഉണ്ട്. അത് പല സോഴ്സിൽ നിന്നാണ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ഉണ്ടാക്കുന്നത് തന്നെ അറിയില്ല. പല കഥകൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് അതിൽ നിന്ന് ഇതും മിത്ര റിലീജിയൻ, റോമൻ റിലീജിയൻ, 15 തരം മതവിശ്വാസങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്തുവിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ആചാരങ്ങളോ ഇപ്പം ഉയർത്തെഴുന്നേൽപ്പ് ഇതല്ല. ഇത് ഒന്നാം തരമായിട്ട് കോപ്പി അടിച്ചിട്ടാണ് ക്രിസ്തുവിനെ ഒന്ന്. ഈ യഥാർത്ഥ കഥയെന്ന് പറഞ്ഞാൽ ഈ ജൂത കഥയെന്ന് പറയുന്നത് തന്നെ കോപ്പി അടിക്കുക. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നതിന് അതിന് മുന്നേ കമാൻഡ്മെന്റ്സ് ഉണ്ട്. പ്രളയം എന്ന് പറയുന്ന ഗിൽഗിമേഷിന്റെ പ്രളയം തന്നെയാണ് ജൂതന്മാരുടെ പ്രളയം. അത് തന്നെയാണ് മുസ്ലിങ്ങളുടെ പ്രളയം. ഇപ്പം ഇതിൻ്റെ പ്രശ്നം വരുന്നത്, ഈ
ഈ കേട്ടെഴുത്തുനിന്ന് അല്ലെ പറഞ്ഞു കേട്ട് അറിഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ തെറ്റിപ്പോകും. അതാണ് മുഹമ്മദിന് സംഭവിച്ചത്. മുഹമ്മദ് ഒന്നും ശരിക്കും പലതും പിടികിട്ടിയിട്ടില്ല. ആ വള്ളി പൊട്ടിയ കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് കഥകൾ വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അതേ കണക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി അത് തന്നെ. ക്രിസ്ത്യാനിറ്റിയും ജൂത കഥകളെയാണ് ആശ്രയിക്കുന്നത്. ജൂത കഥകൾ എവിടെ നിന്ന് വരുന്നത്? ഈജിപ്ഷ്യൻ മിത്തോളജിയാണ്, ബാബിലോണിയൻ മിത്തോളജിയാണ്, സുമേറിയൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നു. ഇതെല്ലാം തന്നെ ഒരു കണക്ഷനാണ്, ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ട് സാധനമാണ്. മനുഷ്യനെ കഥകളുടെ ഒരു സമുച്ചയം, ഒരു പിടി കഥകൾ എടുത്തുകൊണ്ട് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കും. എല്ലാം അരിയാഹാരമാണ്, പല രീതിയിൽ തിളപ്പിച്ച് പല പല എണ്ണയിലിട്ട് എടുക്കുന്നേ ഉള്ളൂ. എല്ലാം ഒറ്റ സാധനം തന്നെയാണ്. അപ്പം യോഷോ ബേസിക്കലി പുള്ളി ഒരു എത്തീസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് പുള്ളി ഈ പറഞ്ഞോണം ഈ തെളിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അതീന്ദ്രിയമായ കാര്യങ്ങളെക്കുറിച്ചും ഇന്നർ ക്വയറ്റിറ്റ്യൂഡ് എന്നങ്ങനെയൊക്കെയുള്ള ആത്മീയം എന്ന്, ഇതൊരു വലിയ വ്യാജമായ നിലപാടാണ്. വ്യാജമായ നിലപാടെന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ സത്യം പറയുന്നവരല്ല. അമിതമായി സമ്പത്തുണ്ടാക്കുന്നവരെ അപ്പോഴേ നമ്മൾ സംശയിക്കണം. കാര്യം അവർ പലപ്പോഴും വിൽക്കുന്നത് വ്യാമോഹങ്ങളും തെറ്റിദ്ധാരണകളും കള്ളങ്ങളുമായിരിക്കും. യഥാർത്ഥത്തിൽ സയൻസിൻ്റെ ഒരു സമീപനം അല്ലെങ്കിൽ മാനവികതയുടെ ഒരു സമീപനം അതൊന്നുമല്ല ഇതേപോലെയുള്ള ട്രിക്കി മെൻ മുന്നോട്ട്. ആൾ ദൈവം തന്നെ ആയിരുന്നു. അതിപ്പോൾ ഒരാൾ ദൈവം എന്ന് പറയാം. ഞാൻ ഈ ചില ഇവിടുത്തെ അദ്വൈതവാദികളൊക്കെ പറയുന്നുണ്ട്, ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്, ദൈവമില്ല, ദൈവം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അല്ലേ? പ്രാർത്ഥിക്കണമെന്ന് ആരാ പറഞ്ഞേ? പൂജ നടത്തണമെന്ന് ആരാ പറഞ്ഞേ? ഇവൻ കൃഷ്ണൻ പറയുന്നത് എന്താണ്? പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തുന്നവൻ അല്പനാണെന്നാണ് കൃഷ്ണൻ പറയുന്നത് ഗീതയിൽ, അല്ലേ? കർമ്മണ്യ വാധികാരസ്ഥേ മാബലേഷു കഥാജന എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കരുതെന്നാണ്. ഇതൊക്കെ നിരീശ്വരവാദമല്ലേ? പൂജ ചെയ്യുക, പ്രാർത്ഥന നടത്തുക, ഹോമം നടത്തുക, ഫലം ഇച്ഛിക്കരുത്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ചെയ്തുകൊണ്ട് ഒരു പുണ്യവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇവരെല്ലാം മതവിശ്വാസികളായിട്ട് അഭിനയിക്കുകയും നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുകയും യുക്തിസഹമായിട്ട് സംസാരിക്കുകയും അടിസ്ഥാനപരമായിട്ട് അവരുടെ മതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അവരെടുക്കുന്നത്. അവർ തന്നെ മതം ഉണ്ടാക്കുന്നു, മതപരതയെ പ്രോത്സാഹിപ്പിക്കുന്നു, അശാസ്ത്രീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നുകൊണ്ടാണ് ഓഷയെ പോലെയുള്ള ഒരു ധനാഢ്യൻ, അദ്ദേഹത്തിൻ്റെ വികലമായ ജീവിത സങ്കല്പങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു മത പോലെ തന്നെ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബഹുമാനമില്ല. പക്ഷേ ആൾ വ്യക്തിപരമായിട്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു, ബ്രില്യൻ്റ് ആയിരുന്നു. എഴുത്തും സംസാരമൊക്കെ കുറേ തമാശകളുമൊക്കെ. യു ക്യാൻ എൻജോയ് ഹിം, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ടു ഫോളോ ഹിം. ദാറ്റ്സ് ഓൾ. യേശു ജീവിച്ചിരുന്നതായ ചരിത്രപരമായ തെളിവുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ചരിത്രപരമായ തെളിവ് എൻ്റെ കയ്യിൽ എനിക്ക് ലഭ്യമല്ല. ഞാൻ കുറേ ഇത് നോക്കിയിട്ടുണ്ട്. ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് ഒക്കെ ഒപ്പിച്ച് വെച്ച കുറേ തെളിവുകളാണ്. അല്ലാതെ അടിസ്ഥാനപരമായി യേശു എന്ന് പറയുന്ന ക്യാരക്ടർ, പല യേശുക്കൾ ഉണ്ടായിരിക്കാം, പല പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം, പലരും അതേ റോളിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ജൂതന്മാരെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ലോകപ്രശസ്തരായ 2 പ്രവാചകന്മാരൊക്കെ OMK എന്ന് പറഞ്ഞ ടീമാണ്. ഒന്ന് ക്രിസ്തുവിനോടും മറ്റൊന്ന് മുഹമ്മദിനോടും. അവർ പ്രവാചകരായിട്ട് അംഗീകരിക്കുന്നില്ല. യഥാർത്ഥ ദൈവത്തിൻ്റെ ആളുകളായിട്ടൊന്നും അവർ അംഗീകരിക്കുന്നത്. അതാണ് ജൂതന്മാർ പ്രവാചകന്മാരെ ഉണ്ടാക്കിയിട്ട് പ്രവാചകന്മാർ വന്നിട്ട് ഇവിടെ ഭിക്ഷ കൊടുക്കും എന്ന് ബോർഡ് വെച്ചിട്ട് ഭിക്ഷക്കാർ വരുമ്പോൾ പോടാന്ന് പറയുന്ന ടീമാണ് യഥാർത്ഥത്തിൽ ജൂതകഥയുടെ അടിസ്ഥാനം. താങ്ക് യു. ഇനി 10